ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. നമ്മളെ ഫാദി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോവാണ്. അപ്പോൾ അവന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. നമ്മൾ ബറക്ക നെസ്റ്റോയിലേക്കാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അക്കോമഡേഷൻ വരുന്നത് ഹൽബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മസ്കറ്റിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തായിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് പോകാൻ പറ്റിയ പർച്ചേസിങ്ങിനും കാര്യത്തിനൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റിയത് ബറക്ക മൊബൈല ഈ 2 ഏരിയയിലേക്കാണ്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി. വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആളുകളൊന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് വണ്ടി എടുത്ത്. അപ്പോൾ പാർക്കിംഗ് ഒന്നും ഫുള്ളായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് മെല്ലെ നെസ്റ്റോയിലൊക്കെ നടന്ന്. അങ്ങനെ അവിടുന്ന് ട്രോളി എടുത്ത് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നടന്ന്. നാട്ടിൽ പോകാനുള്ളതിനെ കൊണ്ട് ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതിന് മുമ്പ് ബാക്കിയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ തീർക്കണം. പിന്നാണെങ്കിൽ നല്ല അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെസ്റ്റോയിൽ. നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ തലേന്നാണ് വാങ്ങുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിന് 2 ദിവസം മുമ്പ് നമ്മൾ വാങ്ങി ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കും. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ബില്ലിങ്ങിലെത്തി. നമ്മൾ പെർഫ്യൂംസും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അത് നമ്മൾ ഊതുവേർഡിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ ഇതിൻ്റെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ സാധനമൊക്കെ ട്രോളിയിലാക്കിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ട് ഇനി അടുത്ത് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ അതിൻ്റെ അടുത്ത് നമുക്ക് റൂബിയിലൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂബിയിലെ ഊതുവേർഡ് പോയിട്ട് പെർഫ്യൂംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റൂബിയിൽ ഊതുവേർഡിലെത്തി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്നും കുറച്ച് പെർഫ്യൂംസ് നമ്മൾ പർച്ചേസ് ചെയ്തു. അതിനുശേഷം അവന് കുറച്ച് വാച്ചുകൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അവിടെ റൂബിയിൽ തന്നെ കേശവൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി വാച്ചും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അവിടെ അത്യാവശ്യം നല്ല മോഡൽ വാച്ചുകളുണ്ടായിരുന്നു, അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ട വാച്ചസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബില്ലടിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങി. പിന്നെ മെല്ലെ നമ്മൾ അക്കോമഡേഷനിലേക്ക് തന്നെ തിരിച്ചു പോയി.